ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചധികം സാധനങ്ങളൊക്കെ നമ്മൾ സ്കൂളിലോട്ട് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. എന്താണ്, നിങ്ങളൊക്കെ മേടിച്ചോ? എല്ലാവരുടെ വീട്ടിലൊക്കെ അവസ്ഥ എന്താണ് എന്നൊക്കെ പറയട്ടെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അന്ന് എന്താ പറയുക, വീഡിയോ എടുത്തപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ നമ്മൾ പർച്ചേസിങ് വീഡിയോ എടുത്തപ്പോൾ ഇതൊന്നും കുറേയൊന്നും കാണിച്ചിട്ടില്ല. ബാഗിൻ്റെ ആണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതല്ല, വേറെ ഒന്നും കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എംകുട്ടിക്ക് വാങ്ങിച്ച ബാഗാണിത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ച ബാഗാണിത്. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണെന്നാണ് വിശ്വാസം. കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഒരു ഒരു 2-3 കമ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട് അതിന്. കുഴപ്പമൊന്നുമില്ല. 500 സംതിങ്ങോ 600 രൂപ എടുക്കുന്നുണ്ട് അതിന് റേറ്റ്. പിന്നെ ഇത് മൂത്താളുടെ ബാഗാണ്. ആളുടെ ബാഗും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗാണ്. നമ്മളെപ്പോഴും കുട്ടികൾക്ക് ബാഗൊക്കെ മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗൊക്കെ മേടിക്കുക. നമ്മൾ റേറ്റ് കുറഞ്ഞതും ഒക്കെ കിട്ടും. എന്നെങ്കിലും അതൊക്കെ മേടിക്കാണ്ടിരിക്കുക. അതൊക്കെ നമുക്ക് 1 ഇയർ പോലും തികയാണ്ടൊക്കെ അത് പ്രശ്നമായിട്ട് വരുന്നത് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്ലേറ്റ് വാങ്ങിച്ചു. എമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയല്ലേ. ക്രയോൺസ്, അത് 2 പേർക്കും ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ട്. സ്ലൈറ്റിൽ എഴുതേണ്ട പെൻസിൽ, അതുപോലെ കട്ടർ, റബ്ബർ. ഇതൊക്കെ ഇനി എത്ര മേടിച്ചാലും തികയില്ല. അത് എല്ലാ പാരൻസിനും അറിയുന്ന കാര്യമാണ് അല്ലേ. ഡെയിലി ചിലപ്പോൾ കൊണ്ടുപോയി കളയുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് പെൻസിലൊക്കെ ഒടിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുക, ഷാർപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കുന്നവർ, അങ്ങനെ പല ടീംസുകാരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ. അപ്പോൾ ഇതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. അതൊന്നും തികയില്ല എന്ന് എനിക്കറിയാം. കാരണം മൂത്താളെ സ്കൂളിൽ വിട്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, എല്ലാ പേരൻസിനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. എമ്മിക്കുട്ടിക്ക് വാങ്ങിച്ച ടിഫിൻ ബോക്സ് ആണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലാൾ സ്പൈഡർമാൻ്റെ ഒക്കെ കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മൂത്താൾക്ക് ഇങ്ങനത്തെ ഒരു ടിഫിനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ ചുറ്റുപാത്രമല്ലേ, അതാണ് ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എത്രമാത്രം നിൽക്കും എന്നൊന്നും അറിയില്ല. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഞാൻ സ്റ്റീലിൻ്റെ സംഭവം സാധാരണയുള്ളത് വാങ്ങിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, ഞാൻ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ കുഞ്ഞൊരു കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു ഡപ്പം കൂടി ഉണ്ട്. അതിൽ ഒരു സ്പൂണും ഉണ്ട്. ഇതാണ് സംഭവം. കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. റേറ്റൊന്നും അത്യാവശ്യം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ടിഫിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടിഫിൻ ബോക്സ്, ഒരു ക്യാരി ബാഗാണ്. അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൂത്ത ആൾക്ക് ഞാൻ അതൊന്നും ഇങ്ങനത്തെ സംഭവത്തിലൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ആൾ ചോറൊക്കെ ബാഗിലൊക്കെ കളയും. പിന്നെ അതൊരു സ്മെല്ലാണ്. നമുക്ക് എപ്പോഴും ബാഗ് വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇതാവുമ്പോൾ കുഴപ്പമില്ല, ഇതിലാണല്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വാഷ് ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ബാഗിൽ കളയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ ബുക്കിലോട്ട് നനവെടുക്കാം ഒക്കെ ചെയ്യാറുണ്ട്, വെള്ളം കുപ്പിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം എന്താ പറയുക, രണ്ടും കൂടെ ക്യാരി ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് മേടിക്കാറില്ല. പക്ഷെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഒരു പൗച്ച്, ഞാൻ ബോക്സ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. ചിലവർ കൊണ്ടുപോയി കളയുന്ന ടൈപ്സ് ആൾക്കാരുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, ആൾ കൊണ്ടുപോയി കളയോ ഇല്ലെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പൗച്ചാണ് വാങ്ങിച്ചുള്ളൂ, ബോക്സ് വാങ്ങിച്ചില്ല. പിന്നെ ഇത് നമ്മൾ സ്നാക്സ് ബോക്സാണ്. അവർക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് യൂസ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ വാങ്ങിച്ചത് 2 പേർക്കും ഷൂ വാങ്ങിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ല, പിന്നെ ഇത് നമ്മുടെ റൈറ്റിംഗ് പാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടിഫിൻ ബോക്സ് കവർ ചെയ്യാൻ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കുമല്ലോ അല്ലേ, എല്ലാവരും മേടിക്കുന്നുണ്ടാവും അത്. പിന്നെ പറഞ്ഞ പോലെ 2 പേർക്കും ഷൂ വാങ്ങിച്ചു. എമിക്കുട്ടിക്കും വാങ്ങിച്ചു, മൂത്ത ആൾക്കും വാങ്ങിച്ചു. റിസു എന്നാണ് കേട്ടോ, റിസൽ എന്നാണ് ആളുടെ പേര്, റിസു എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഷൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിന് മുതൽ ഇന്ന് വരെ ആൾ ഷൂ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇട്ടിട്ട് നടക്കലാണ് പരിപാടി. പുറത്തൊന്നും ഇടില്ല, അകത്ത് റൂമിലൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കും. ഏതോ ഒരു ഷോക്സ് എടുത്ത് അതിൽ വെച്ചിട്ടുണ്ട്, അതും ഇടും ഇതും ഇടും. എന്തോ ഭയങ്കര എന്താ പറയുക, സ്കൂളിൽ പോണ പോലൊക്കെ ആൾ ഒരുങ്ങി നടക്കലാണ് ഇപ്പോൾ പരിപാടി. പിന്നെ അവർക്ക് മഴക്കാലം കഴിയണ വരെ ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എമ്മിക്കുട്ടിക്ക് പിന്നെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? എല്ലാവരും കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചോ?
പിന്നെ ഈ ഡപ്പയുടെ കാര്യം ആൾ കുറേ നേരമായിട്ട് അത് അടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പക്ഷേ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആൾ അടയ്ക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. ആളിങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ലല്ലോ. അതുപോലെ നെയ് സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ബുക്കൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പേർക്കും ബുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മൂത്ത ആൾക്ക് ഞാൻ നോട്ട് ബുക്ക് വാങ്ങിച്ചു, അതൊക്കെ കവർ ചെയ്തു. അതിന് നെയ് സ്ലിപ്പ് ഒട്ടിക്കണം, എഴുതണം, അത്രയ്ക്ക്. അങ്ങനെ ഫൈനലി ആളത് അടച്ചുട്ടാ. എന്താ പറയുക, കുറേ നേരം അതിന്മേൽ അങ്ങനെ ഇരുന്ന് അടയ്ക്കാൻ ശ്രമിച്ച് അവസാനം അത് അടച്ചു. എന്താ പറയുക, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ സ്കൂളിൽ പോയാൽ അത് ഒറ്റയ്ക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ല. അവർക്ക് ചേച്ചിമാർ ആയമാരുണ്ടായിരിക്കും അതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ. അപ്പം എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ആ ഒരു ടിഫിൻ വാങ്ങിച്ചത് പ്രശ്നമാവുമോ എന്നുള്ളത്. എന്നാലും ശരിയാവുമായിരിക്കും. അങ്ങനെ പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ. വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ തുറന്ന് ഒന്നാകെ കുടിക്കുന്ന വാട്ടർ ബോട്ടിലിനെക്കാളും നന്നങ്ങനെ സിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഇതായിട്ട് കുറച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഹോളിലല്ലേ, അതുപോലത്തെ മേടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. അതുപോലെ കുറച്ച് ബുക്കുകൾ ഞാൻ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നോട്ട് ബുക്ക് മാത്രം, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, 2 പേർക്കും കിട്ടിയിട്ടില്ല. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഡേറ്റ് വന്നിട്ടുണ്ട്, 2 പേർക്കും പോയിട്ട് വാങ്ങിക്കണം. ഇനി അത് കവർ ചെയ്യണ ഒരു ഡ്യൂട്ടിയും കൂടി ഉണ്ട് അല്ലേ. എല്ലാവരുടെ വീട്ടിലിപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാവും അല്ലേ. ചിലർ പർച്ചേസ് ചെയ്യുന്ന ബഹളം, ചിലരുടെ വീട്ടിൽ ബുക്ക് കവർ ചെയ്യേണ്ട ബഹളം, അങ്ങനെ പലതായിട്ട് തകൃതമായിട്ട് നടക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് ഇനി കാണാം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.